മൊട്ടകാക്ക എനിക്ക് സാലറി കൂട്ടി തരുവാ. സാലറി കൂട്ടാനാ? ഇപ്പൊ നിന്റെ എത്ര സാലറി? 1500. അപ്പൊ എത്ര നിനക്ക് നീ കൂട്ടേണ്ടത്? അത് 2000 ആക്കി തന്നാ മതി. ഞാൻ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ട്. നിന്റെ ഒരു ദിവസത്തെ ചെലവ് കൂട്ട്. രാവിലെ എന്താ കഴിക്കാറ് ബ്രേക്ക്ഫാസ്റ്റ്? നല്ല ഇടിയപ്പും നല്ല അടിച്ചാപ്പൊളി വെജിറ്റബിൾ കുറുമിയും. അടിപൊളി. 7 തരം കൂട്ടറാ. 7 തരം. ഉച്ചക്കോ? നല്ല അടിച്ചാപ്പൊളി ചോറും മീൻ പൊരിച്ചതും ചമ്മന്തിയും പിന്നെ നല്ല അവിയലും. മോന് ഭയങ്കര ടേസ്റ്റ് ആണ്. 10 തരം കൂട്ട്. വൈകുന്നേരം കല്ലുമ്മക്കായും ചായയും. 5 തരം കൂട്ട്. പിന്നെ രാത്രി പൊറോട്ടയും ബീഫല്ലേ കേട്ടുള്ളൂ. കൂട്ട് 13. പിന്നെ ഞാൻ കാണാതെ നീ തരികടെ കൂടെ കഴിക്കുന്നത് 10 തരം കൂട്ട. അല്ലാതിപ്പോ ഞങ്ങള് കാണാതെയുള്ള കഴിക്കണം, അത് കൂട്ടണ്ടല്ലോ. ഞാൻ കണ്ടുകൊണ്ടുള്ള കൂട്ടാൻ പറഞ്ഞു കൂട്ട. കൂട്ടി. മൊത്തം എത്രയായി? മൊത്തം 45 ദിറംസ്. 45 ദിറം. അത് ഇൻറ്റു 30. എത്രയായി? 1350 പ്ലസ് 1000. 1000 എന്തിനാ? നീ റൂമിൽ ഒറ്റക്കല്ലേ നിക്കണത് രാജാവായിട്ട്. അപ്പൊ അതിന്റെ കൂട്ടി എത്രയായി? 2350. നീ എത്ര കൂട്ടണമെന്ന് പറഞ്ഞത്? 2000 ദിറംസ് കൂട്ടി. ബാക്കി 350 ദിർഹം മാസം 1-ാം തീയതി കൃത്യമായിട്ട് ഇവിടെ ഏൽപ്പിച്ചോളാം. അത് മുട്ടകാക്ക, ഇന്ന് എനിക്കിപ്പോ തെരഞ്ഞത് തന്നാ മതി. സാലറി ഒന്നും കൂട്ടണ്ട. കുഴപ്പമില്ല, ഓക്കെയാണ്, പെർഫെക്റ്റ്. എന്നാ മോനെ സ്പെഷ്യൽ എന്താന്ന് ഇവരോട് പറഞ്ഞിട്ട് പോയിക്കോ. പണയം പൊറോട്ടനോടാവും, പക്ഷെ ബീഫിനോടാണെന്നുണ്ടെങ്കിൽ കളി മാറും മക്കളെ. കളി മാറും. എന്താ പഞ്ച് ഡയലോഗ് പഠിച്ചോണ്ടിരിക്കുന്നു? ഞാൻ ബീഫിന്റെ പുതിയ ഐറ്റം ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇത് ബീഫ് പൊള്ളിച്ചത്. കണ്ണിന്ന് വെള്ളറ്റിയാലും പ്ലേറ്റിൽ നിന്ന് കൈ മാറില്ല. അജ്ജാതി ഐറ്റാണ് ചിക്കൻ കാന്താരി തവ. അതിന്റെ ഒപ്പം നമ്മളെ പൊളപ്പൻ പത്തിരിയും കൂടി അടിച്ചാണ്ടല്ല